നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വളരെ പ്രതീക്ഷ നൽകുന്ന സന്തോഷജനകമായ ഒരു വാർത്തയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവ്, ഇൻറ്ററിം ഓർഡർ. ദേവസ്വം ബോർഡിൻ്റെ അധികാര പരിധിയിൽ വരുന്ന 1450ഓളം ക്ഷേത്രങ്ങളിലെ കണക്ക് വിവരങ്ങൾ, പോക്കുവരവുകൾ, പണമിടപാടുകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യണം എന്ന വളരെ വളരെ ശ്ലാഘനീയമായ, ഈ കാലത്തിൻ്റെ അത്യന്താപേക്ഷിതമായ അനിവാര്യതയായ ഒരു ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കള്ളന്മാരുടെ ഗുഹയായി തുടരുന്നത് നല്ലതല്ല എന്ന ഒരു നിഗമനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി ഏറ്റവും സ്വീകാര്യമാകേണ്ട ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് വളരെ കാര്യമായി നടപ്പിലാക്കാനുള്ള ദൃഢനിശ്ചയം കൂടെ ബഹുമാനപ്പെട്ട കോടതി കാണിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു, അതിലേറെ ആശ്വസിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സങ്കടം കൂടെ ഉണർത്തിക്കാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വഖഫ് ബോർഡ് നിയമങ്ങളുണ്ട്. സിഖുകാർക്ക് ഗുരുദ്വാര ആക്ട് ഉണ്ട്. ഹിന്ദുക്കൾക്ക് കുറഞ്ഞ പക്ഷം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ട്. എന്നാൽ നാഥനില്ലാത്ത കളരിയായി ഇന്നും ആർക്കും ഏത് അതിക്രമവും അഴിമതിയും ചെയ്യാനുള്ള ലൈസൻസുമായി മാറി വിരിച്ച് നിന്ന് എല്ലാവരെയും മൊണ്ണയാക്കി വഞ്ചനയും ചതിയും മോഷണവും മാത്രം യേശുവിൻ്റെ പേരിൽ നടത്തുന്നതാണ് ദിവ്യ ശുശ്രൂഷ, ഡിവൈൻ സർവീസ് എന്ന് പറഞ്ഞു നടക്കുന്ന കാട്ടുകള്ളന്മാരെ നിയന്ത്രിക്കാൻ യാതൊരു ഉപാധിയും നമ്മുടെ ഇടയിൽ ഇല്ല എന്നത് ക്രിസ്തുവിനോട് എന്തെങ്കിലും വിധത്തിൽ വിധേയത്വമുള്ളവർ, ക്രിസ്തുവിനെ വിലമതിക്കുന്നവർ, നമ്മുടെ സ്നേഹത്തിനും ബഹുമാനത്തിനും യേശു അർഹനാണ് എന്ന് ചിന്തിക്കുന്നവർ വളരെ ദുഃഖത്തോടുകൂടെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ കേരളത്തിൽ നടക്കുന്ന കള്ളക്കമ്മട്ടങ്ങൾക്ക് അനേക മുഖങ്ങളുണ്ട്. അതോരോന്നായി ഉണ്ണി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ഇതൊന്നും സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ല. എങ്കിലും അവയെ തീരെ അവഗണിക്കുന്നത് അപകടമാണ് എന്നതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് പരാമർശിക്കുകയാണ്. കേരളത്തിൽ കത്തോലിക്കർക്കായി തന്നെ ഏതാണ്ട് 5000-ൽ പരം പള്ളികളുണ്ട്. 5000-ൽ പരം. നമുക്കറിയാം, ഓർത്തഡോക്സ് യാക്കോബ സഭ തമ്മിലുള്ള ഈ വലിയ കീരി പാമ്പും കളി, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യാക്കോബ സഭയുടേതായ 1006-ൽ പരം സഭകളും അത് സംബന്ധമായ സ്ഥാപന ജംഗമ സ്വത്തുക്കളും ആക്കണം എന്ന മോഹവും, അവയെല്ലാം പിടിച്ചു പറിച്ചാൽ യാക്കോബ വിശ്വാസികളായ ആളുകൾ തെരുവിലായി പോകും, തെരുവ് തണ്ടികളായി പോകും. അത് കണ്ട് സന്തോഷിക്കാനുള്ള വളരെ ആത്മാർത്ഥതയും ആത്മീയതയും ഇങ്ങനെ തൂവെള്ള പോലെ തുളുമ്പി നിൽക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ കൊതിയാണ് എന്നത് ആർക്കാണ് അറിയാൻ വയ്യാത്തത്. അപ്പോൾ കത്തോലിക്ക സഭയ്ക്കായി 5000-ൽ പരം പള്ളികളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഓർത്തഡോക്സ് യാക്കോബ സഭകൾ, CSA, മാർത്തോമ, ഇങ്ങനെയുള്ള സഭകൾ, അവരുടെ പള്ളികളുടെ എണ്ണം ഏതാണ്ട് 8000-ൽ പരമാണ്. 8000-ൽ പരമാണ്. അതിൽ പെന്തക്കോസ്തുകാരുടെ ഫെയ്ത്ത് ഹോം ഉൾപ്പെടുന്നില്ല. ഫെയ്ത്ത് ഹോം എന്നത് ശരിക്കും പെന്തക്കോസ്ത് മാർഗത്തിൽ പറഞ്ഞു വേണമെങ്കിൽ ഫെയ്ത്ത് ഹോം എന്ന് പറയണം. എന്നുകൊണ്ടാണ് ഞാൻ അവരെ നിരാശപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടേതായ ഈ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ തന്നെ ഉപയോഗിക്കുന്നത്.
അവർക്ക് എത്ര സഭകളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതങ്ങ് മാറ്റിവെക്ക്. അല്ലെങ്കിൽ അതൊരു 2000 എന്നെങ്കിലും കരുതി. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 15,000-ഓളം സഭകളും ഫെയ്ത്തോമുകളുമുള്ള ഒരു കൊച്ചു നാടാണ് കേരളം. ഇവയെ എന്തിനെ എങ്കിലും നിയന്ത്രിക്കുന്ന ഒരു ക്രമീകരണവും ഒരു നിയമവും നമ്മുടെ ഇടയിലില്ല. എന്ന് മാത്രവുമല്ല, സഭകളുടെ പോക്കുവരവുകൾ, വരുമാനം, സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത വരുത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കഴിയുമെങ്കിൽ അവൻ്റെ സ്വരം എന്നേക്കുമായി നിശബ്ദമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ഉണ്ട്. പിന്നെ അവനെ 4 അയലത്ത് അടുപ്പിക്കത്തില്ല. ഒക്കുമെങ്കിൽ ഗുണ്ടകളെ കൊണ്ടാണ്ട് പൊട്ടിയിലും പൊട്ടിക്കും. എന്തുകൊണ്ടാണ് ഇത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് ക്രിസ്തീയ വിശ്വാസികൾ മനസ്സിലാക്കാത്തത്? എന്ന് മാത്രവുമല്ല, ഭരണപരിഷ്കാര കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച് ബില്ലിന്റെ കരട് രൂപമുണ്ടാക്കി അതിങ്ങനെയുള്ള കാര്യങ്ങൾ സുതാര്യത വരുത്തണമെന്ന ഏക ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. വിശ്വാസ പ്രമാണങ്ങളെ വിദൂരമായി പോലും സ്പർശിക്കുന്ന യാതൊരു പ്രൊവിഷനും അതിനകത്തില്ല. ഏത് മത സംഘടനയാണെങ്കിലും ഏത് ആരാധനാലയമാണെങ്കിലും അവിടെ വരുന്ന ഭീമമായ തുകകൾ, ആദായം, അവ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത വേണം, സത്യസന്ധത വേണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് മാത്രം നിഷ്കർഷിക്കുന്ന ചർച്ച് ബില്ല് വന്നപ്പോൾ കേരളത്തിലെ മെത്രാന്മാരും അവരുടെ മൂടുതാങ്കികളായ മതമാടമ്പികളും ജനങ്ങളെ ആകമാനമായി തെറ്റിദ്ധരിപ്പിച്ചു. ഇത് സർക്കാരിൻ്റെ പക്ഷത്ത് നിന്ന് ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങളെ നിയന്ത്രിക്കാനുള്ള കുതന്ത്രമാണ് എന്നും കേരളത്തിലെ സഭകളുടെ എല്ലാം വരുമാനം അടിച്ചു മാറ്റാനുള്ള ഒരു തന്ത്രമാണ് എന്നും ധരിപ്പിച്ച് ജനങ്ങളെ ഇളക്കി വിട്ടു. പച്ചക്കള്ളമാണ് പറഞ്ഞത്, കല്ല് വെച്ച നുണയാണ് പറഞ്ഞത്, നട്ടാൽ കുരുക്കാത്ത കള്ളമാണ് പറഞ്ഞത്. പക്ഷേ സ്വന്തം സ്ഥാപിത താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഏത് കള്ളവും വളരെ നെഞ്ചു വിരിച്ച് മാറി വിരിച്ചെന്ന് പറയാനുള്ള ഒരു കഴിവ് ഈ കുപ്പായധാരികൾക്കുണ്ട് എന്നത് അറിയാൻ വയ്യ എന്നർക്കും പറയാൻ ഇടമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ താല്പര്യം അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ. എന്നാൽ കേരളത്തിലെ വിശ്വാസികൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അവകാശപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് നടിച്ചു നടക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ, അവരെങ്കിലും ദൈവ സന്ധിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ദൈവവേലയുടെ സപ്പോർട്ടിന് വേണ്ടി എന്ന പ്രഹസനത്തിൽ നൽകപ്പെടുന്ന ഈ വൻപിച്ച സ്വത്തുക്കൾ, സംഭാവനകൾ, അത് സുതാര്യമായി കൈകാര്യം ചെയ്യണം എന്നത് ഉറപ്പുവരുത്തുക ക്രിസ്തുവിനോട് കാണിക്കുന്ന അടിസ്ഥാന മര്യാദയാണ് എന്ന് എന്തുകൊണ്ടാണ് അവർ തിരിച്ചറിയാത്തത്? എന്തുകൊണ്ടാണ് അവർ ഭയക്കുന്നത്? ഞാൻ വളരെ വേദനയോട് നിങ്ങളോട് ചോദിക്കാം, ഏതെങ്കിലും ഒരു സഭയിൽ അവിടെ വരുന്ന വരുമാനങ്ങൾ സുതാര്യതയോടെ കൈകാര്യം ചെയ്യുകയും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയ നിവാരണത്തിന് ഒരവസരം ലഭിക്കുകയും ചെയ്തൊരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സഭകളും ഭീമമായ സാമ്പത്തിക വെട്ടിപ്പിൻ്റെയും കള്ളപ്പണ പെരുപ്പിക്കലിൻ്റെയും കേളിരംഗമായി മാറിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ മെത്രാന്മാരായി പോകുന്നത് കൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ പോയി മുട്ടടിച്ച് നിൽക്കുകയും അവരുടെ റാൻമൂടുകളായി നിന്ന് അവരുടെ തന്ത്രമനുസരിച്ച് നൃത്തം ചവിട്ടുകയും ചെയ്യേണ്ട ഗതികേട് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് കേരള ക്രിസ്തീയ സമൂഹത്തിന് ഇനിയും വരാൻ പോകുന്ന ഭീകരമായ അപകടത്തിൻ്റെ മൂല കാരണമാണ്. ഇതൊക്കെയായിട്ടും നാം അപകടത്തിൻ്റെ വക്കിലായിട്ടും ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് നടിച്ചു നടക്കുന്ന വിശ്വാസികൾ അവരുടെയും അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കഴുത്തിൽ കത്തിവെക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, വിശുദ്ധമെന്ന് നാം പറയുന്ന ആരാധനാലയം, വിശുദ്ധന്മാരെന്ന് പറയുന്നത് നമ്മുടെ മിത്രാന്മാരും പുരോഹിതന്മാരും, വിശുദ്ധമായ വേലയ്ക്ക് വേണ്ടി എന്ന് വിശ്വാസത്തിൽ ആത്മാർത്ഥമായി സംഭാവന നൽകുന്ന
വിശ്വാസികൾ അവർ നൽകുന്ന ഈ സംഭാവനകൾ കൈകാര്യം ചെയ്യുന്നതിൽ സത്യസന്ധത ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ക്രിസ്തുമതത്തിനെതിരായുള്ള ഒരക്രമമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനിടയാകും. ഓരോ സഭയുടെയും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ, അവിടെ ആഴ്ചതോറും വരുന്ന വലിയ വലിയ വരുമാനങ്ങൾ, ഇവ ആരും നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഈ നാട്ടിൽ ചില നിയമങ്ങളും കടമകളുമുണ്ട്. പൊതു സ്വത്ത് മോഷ്ടിക്കാനോ അതിൽ കളങ്കം ചേർക്കുവാനോ ഈ നാട്ടിലെ നിയമം ആരെയും അനുവദിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങളോട് ആരും കണക്ക് ചോദിക്കരുത്, കണക്ക് ചോദിച്ചാൽ ഞങ്ങൾക്ക് മൂക്കിക്കറിവ് വരും എന്ന് പറയുമ്പോൾ അത് മതസംരക്ഷണമാണെന്ന് പറയാൻ ഇത്രമാത്രം വിഡ്ഢികളാണെന്ന് ദയവായി മനസ്സിലാക്കുക. ഇനിയും ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ കേരളത്തിൽ കുറഞ്ഞത് 15,000 സഭകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ 13,000 കത്തോലിക്കരും പിന്നെ പെന്തക്കോസ്തുകാരല്ലാത്ത മറ്റ് സഭകളുടെയും പള്ളികളാണ്. അപ്പോൾ 13,000 പള്ളികൾ. ഇവയുടെ ആകെ സ്വത്ത് എത്ര ലക്ഷം കോടികളാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എത്ര ലക്ഷം കോടികളാണ്? ഇതിനെന്തെങ്കിലും കണക്കുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര സഭയിൽപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസി അവരുൾപ്പെട്ടിരിക്കുന്ന സഭയുടെ പേരിലുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഡൽഹി ഡയസിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂസ്വത്തുക്കൾ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി. എനിക്കെതിരെ സംഘടിതമായ അക്രമം ഉണ്ടായി. ഇന്ന് വരെയും വെളിപ്പെടുത്തിയിട്ടില്ല, ആരും വെളിപ്പെടുത്തുകയല്ല. എന്നൊരു കാര്യം എനിക്കറിയാം. 1970 ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഭൂസ്വത്തിൻ്റെ 1/5 മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി 4 ഭാഗങ്ങളും കലാകാലങ്ങളിൽ മിടുക്കന്മാരായ ബിഷപ്പന്മാരും അവരെ മുട്ടി നിന്ന കാട്ടുകള്ളന്മാരും കൂടെ വിറ്റ് അവരും അവരുടെ സന്തതികളും വലിയ കോടീശ്വരന്മാരായി. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇത് കേരളത്തിൽ നന്നേ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററായിരുന്ന ഒരു മഹാൻ 42 ദിവസം അഴിക്കുള്ളിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടത് 500 കോടി രൂപയുടെ കള്ളമാണ്, മോഷണമാണ്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മോഡറേറ്റർ ആയിരുന്ന ഒരു CP സിംഗ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അഴിക്കുള്ളിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം 1000 കോടി രൂപയുടെ ആരോപണമാണ്. പിന്നെ ഇവിടെ കേരളത്തിലെ മറ്റ് ബിഷപ്പുമാരുടെ കാര്യം ഞാൻ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ മെത്രാന്മാരാണ്. അതിൻ്റെ ഒരൈറ്റമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, ക്രിസ്ത്യാനികൾ നടത്തുന്ന അല്ലെങ്കിൽ സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും നിയമനം നടന്നാൽ അവിടെ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്താൽ അതെല്ലാം കോഴ വാങ്ങിച്ചുകൊണ്ടാണ്. എത്ര കോടി രൂപയാണ് ഓരോ സീസണിലും ഇവർ കൊയ്തെടുക്കുന്നത്. ഇതിൽ 1 രൂപ പോലും അക്കൗണ്ട് ചെയ്യാൻ സാധ്യമല്ല. 1 രൂപ പോലും. ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഓരോ സ്ഥാപനങ്ങളുടെ കണക്ക് ചേർക്കുന്നതാണ്. ഇത് ഭാരതത്തിലുള്ള നിയമം അനുസരിച്ച് കോഴ വാങ്ങിച്ച, അത് നിയമത്തിന് വിരുദ്ധമായി കോഴ വാങ്ങിച്ച 1 രൂപ പോലും ഒരു സ്ഥാപനത്തിൻ്റെയും അക്കൗണ്ടിൽ ചേർക്കാൻ സാധ്യമല്ല എന്ന് ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലയിരുന്ന എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായും നിയമപരമായുമുള്ള എല്ലാ അറിവുമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇങ്ങനെ കോഴയായി വാങ്ങിക്കുന്ന, ആളുകളെ പോക്കറ്റടിക്കുന്ന, അവിടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ ലഭിക്കുന്ന 1 രൂപ പോലും ഒരു കണക്കിലും പെടുത്താൻ സാധ്യമല്ല. പച്ചക്കള്ളമാണ് ജനങ്ങളോട് പറയുന്നത്. അത് മുഴുവനും സ്വകാര്യ സ്വത്തായ ഓരോരുത്തരുടെയും പോക്കറ്റിൽ പോവുകയാണ്. പിന്നെ അങ്ങനെ കിട്ടുന്ന കള്ളപ്പണം കൊണ്ട് അവർ കാണിക്കുന്ന കുതന്ത്രങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനൊക്കെ ഒരു അറുതി വരണമെങ്കിൽ, ഇതിന് അറുതി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയേണ്ടത്, ഇന്ന് കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ്, അതിൻ്റെ ഗുണഫലം കേരളത്തിലെ ക്രിസ്തീയ സഭകൾക്കും ലഭിക്കണം. അങ്ങനെ സംഭവിക്കത്തക്കവണ്ണം ഒരു നിയമനിർമ്മാണം കേരളത്തിൽ ഉണ്ടാകണം. അങ്ങനെ നിയമനിർമ്മാണം ഉണ്ടാകാത്തതിൻ്റെ കാര്യം കേരളത്തിലെ സഭകളിലുള്ള സാമ്പത്തികമായ ഇടപാടുകൾ
സുതാര്യമായതോ ശുദ്ധമായിട്ടോ അല്ല. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വോട്ട് കൊതി കൊണ്ടാണ്, അവരെ മെത്രാന്മാർ പേടിപ്പിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളുടെ അവകാശത്തെ തൊട്ടാൽ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഒരു മെത്രാനിയുടെ ഒരു കഴിഞ്ഞ വർഷം വിളിച്ചു പറയുന്നത് കേട്ടു, ഞങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, നിങ്ങളെ വലിച്ചു താഴെയിടാൻ ഞാൻ വിചാരിച്ചാൽ ഒക്കും എന്ന് മൈക്കിക്കൂടെ വിളിച്ചു പറയുകയാണ്. അത് കേട്ട് മുട്ടിടിച്ച് നിൽക്കുന്ന നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ആത്മാവിൽ കളങ്കം ചേർക്കാനായി ഏറ്റവും ലജ്ജയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വർഗമാണ് നമ്മുടെ മെത്രാന്മാർ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാവപ്പെട്ട വിശ്വാസികൾ അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു അംശം അവർ നിഷ്കളങ്കരായതുകൊണ്ട്, അവർ ആത്മാർത്ഥയുള്ളവരായതുകൊണ്ട്, അവർക്ക് ദൈവസ്നേഹമുള്ളതുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവേലയ്ക്ക് എന്ന് പറഞ്ഞു നൽകുന്ന കാര്യം അത് കാട്ടുകള്ളന്മാരുടെ വായിലോട്ടാണ് പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിലും അത് അറിഞ്ഞു എന്ന് നടിക്കാൻ പോലുമുള്ള ധൈര്യം അവർക്കില്ല. ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തെ, സഭാവിശ്വാസികളെ രക്ഷിക്കാനുള്ള കടമ കേരള സർക്കാരിനുണ്ട്, പിണറായി വിജയനുണ്ട്. അത് അദ്ദേഹം നിർവഹിക്കുന്നില്ല. അത് വോട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ അദ്ദേഹത്തിന് എഴുതിയതാണ് ചർച്ച് ബില്ല് നിയമമാക്കണമെന്ന് ഞാൻ എഴുതിയതാണ്. പക്ഷെ ഒരു വിരലനക്കാൻ അദ്ദേഹം തുനിയത്തില്ല. കാരണം വോട്ട് കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ളവർ പരാജയപ്പെടണം. അതേസമയം തന്നെ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കൂടുതൽ ശക്തി ആർജിക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം കേരള ജനാധിപത്യത്തിൽ ആരോഗ്യമുണ്ടാകണമെങ്കിൽ അതിന് ഇടതുപക്ഷ പ്രസ്ഥാനം കൂടുതൽ പൂർവാധികമായ ശക്തി പ്രാപിക്കേണ്ട ഒരു വലിയ അത്യാവശ്യമുണ്ട്. എന്നിട്ടും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കസേരക്കൊതി കൊണ്ട് നിർവഹിക്കേണ്ട അടിസ്ഥാന കടമകളെ അവഗണിക്കുന്ന ഒരു അപലപനീയമായ അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. ഇത് കേരളത്തിലെ ഓരോ ക്രിസ്തീയ വിശ്വാസിയെയും വളരെ ഭീകരമായി ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ ആരാധനാലയങ്ങളെ കള്ളന്മാരുടെ ഗുഹയായി അധപ്പതിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. എന്തുകൊണ്ടാണ് യേശു യെരൂശലേം ദേവാലയം അവിടെ ശുദ്ധീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്? അതിനേക്കാളൊക്കെ എത്രയോ വലിയ കള്ളന്മാരുടെ ഗുഹയാണ് നമ്മുടെ ഓരോ സഭകളും. അങ്ങനെ ഒരു കാര്യം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഓരോ വിശ്വാസിക്കും അവൻ ആത്മീയമായ എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ ഓരോ വിശ്വാസിക്കും ദൈവം നൽകിയിരിക്കുന്ന കടമയാണ്, നീ ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ ഉള്ളിൽ ഈ വലിയ കള്ളവും വഞ്ചനയും അനീതിയും നടമാടാൻ നീ അനുവദിക്കരുത്. നീ ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നിനക്കൊരു കടമയുണ്ട്. അവിടെ യാതൊരു കോംപ്രമൈസും പാടില്ല. ആവശ്യമെങ്കിൽ ചാട്ടവാറ് പ്രയോഗിച്ചുകൊള്ളണം. ഒരൊറ്റ സാഹചര്യത്തിൽ മാത്രമേ യേശു ഇപ്രകാരമുള്ള ഒരു മാതൃക കാണിച്ചിട്ടുള്ളൂ. അവനെ അനീതിയായി ആക്രമിച്ച് കീഴടക്കി കൊല്ലാനായി പിടിച്ചുകൊണ്ടു പോകുമ്പോഴും താഴെയിടൂ, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞ യേശു ഒരൊറ്റ സാഹചര്യത്തിൽ മാത്രമേ ഈ സാഹസം കാണിച്ചിട്ടുള്ളൂ. അത് പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ആലയം എന്ന ജനങ്ങളെ ധരിപ്പിച്ചിരുന്ന ആ ഇടം കള്ളന്മാരുടെ ഗുഹയാക്കിയപ്പോൾ മാത്രമാണ്. ആ അവസ്ഥയിൽ നിന്ന് എത്രയോ മോശമായ അവസ്ഥയിലാണ് നാം ഇപ്പോൾ. എന്നിട്ടും ആർക്കും ഇതൊരു പ്രശ്നമല്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് കേരള ഹൈക്കോടതി കാണിച്ച ഈ വലിയ ഭക്തി, ഇതാണ് യഥാർത്ഥ ഭക്തി. ശബരിമല സംരക്ഷകരായിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ കാണിക്കാത്ത ഭക്തിയാണ്, ചുമതലബോധമാണ്, ഈശ്വരബോധമാണ് കേരളത്തിലെ ദേവസ്വം ബോർഡ് ബെഞ്ച് കാണിച്ചിരിക്കുന്നത് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ ഒരു ബോധത്തിൻ്റെ ഗുണഫലം ഹിന്ദുക്കൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യമായി ലഭിക്കണം. കാരണം മതങ്ങൾ തമ്മിൽ വിവേചനം കാണിക്കരുത് എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ്. അതുകൊണ്ട് നിശ്ചയമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്യേണ്ട ഒരു കാര്യം, ഈ വളരെ സ്തുത്യർഹമായ ചരിത്രപ്രധാനമായ ഈ നിലപാട് എടുക്കുന്നതോടൊപ്പം തന്നെ ഇതേ മാനദണ്ഡം മറ്റെല്ലാ മതത്തിനും ഒന്നുപോലെ ബാധകമാകണം, തക്കതായ നിയമനിർമ്മാണം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ബഹുമാനപ്പെട്ട കോടതി ശക്തമായി അഭിപ്രായപ്പെടുകയും
അതിനനുസൃതമായ ഒരു ഓർഡർ സർക്കാരിന് കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഉള്ളവൻ തൽക്കാലം വിരമിക്കുന്നു. കേരളത്തിൽ ദൈവത്തിൻ്റെ പേരിൽ കൊള്ള നടക്കുന്ന ഈ അധപ്പതിച്ച അവസ്ഥയ്ക്ക് ഒരു അറുതി വരുന്ന കാലം ദൈവമേ ത്വരിതപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.